إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الإخوان والأخوات ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് മുത്തഖിയായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ചത്. നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. മുഅ്മിനീങ്ങൾ അവർ സഹോദരന്മാരാണ്, കൂടപ്പിറപ്പുകളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് നിങ്ങൾ നന്നാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം സഹോദരന്മാരാകുമ്പോൾ ആ സഹോദര്യ ബന്ധം നിലനിർത്താതെ നിങ്ങൾ മുന്നോട്ട് പോവരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെടാൻ വേണ്ടി, എങ്കിലേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവുകയുള്ളൂ. മനുഷ്യ മുസ്ലിം സാഹോദര്യത്തിൻ്റെ വളരെയധികം ശക്തമായ ഒരു നിർദ്ദേശമാണ് ഖുർആൻ
ഇവിടെ വെച്ചത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് 3 രീതിയിലാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. യാ അയ്യുഹല്ലദീന കഫറു, സത്യനിഷേധികളെ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വെറും മുഅ്മിൻ മുസ്ലിം സാഹോദര്യം മാത്രമല്ല, മനുഷ്യ സാഹോദര്യവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാണ്. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, തീർച്ചയായും നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. എന്നിട്ട് വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ വിഭിന്ന പാർട്ടിയും ഗോത്രങ്ങളുമാക്കിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്. കാരണം ഒരു ഗോത്രമോ അല്ലെങ്കിൽ കുടുംബമോ ആക്കിയിട്ടില്ലെങ്കിൽ ഒരു മുഹമ്മദി എന്ന് പേര് വെച്ചാൽ ഏത് മുഹമ്മദി എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ വിഭിന്നമായ ഗോത്രങ്ങളും ശാഖകളുമാക്കിയത്. എന്നാൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ, ബഹുമാന്യൻ, അത്ഖാക്കും, തഖ്വയുള്ളവനാണ്. ഇതുപോലത്തൊരു പ്രഖ്യാപനം ലോകത്ത് പ്രഖ്യാപിക്കാൻ ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്തുള്ള ഏത് മനുഷ്യനും, അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗമാണ്. ആ ഒരു മാന്യതയും ബഹുമാനവും ആ സ്നേഹവും കാരുണ്യവും എല്ലാവരോടും ചെയ്യണം. എന്നാൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ, ബഹുമാന്യൻ, അത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആ ഏറ്റക്കുറവ്, ഒരാളുടെ ശ്രേഷ്ഠത, സ്ഥാനം, അത് നോക്കുന്നത് അവന്റെ തഖ്വ, എത്ര ഭക്തിയുണ്ട് അത് പരിഗണിച്ച. മനുഷ്യന്റെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ വേഷത്തിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് അവന്റെ മനസ്സിലേക്കാണ്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ ജസദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ വേഷത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ തടിയിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. പക്ഷേ അള്ളാഹു നോക്കുന്നത് മനസ്സിലേക്കാണ്. മനസ്സ് നന്നാവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ, അത് ഏത് ജാതിയാവട്ടെ, മനുഷ്യനാണെങ്കിൽ അവർക്ക് കരുണ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരെ നമ്മൾക്ക് അവഗണിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രസക്തമായ ഒരു ഹദീസ്, മാ ആമന ബി മൻ ബാത ശബ്ആൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വയഅലമു ബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മാ ആമന ബി, എന്നെ കൊണ്ട് വിശ്വസിച്ചവനല്ല, മൻ ബാത ശബ്ആന വജാറുഹു ജാഇഉൻ, അവൻ വയറ് നിറച്ച് ഉണ്ടു, എന്നാൽ അവന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നു. വയഅലമു ബിഹി, ഇതിവൻ അറിയുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്റെ അയൽവാസി വളരെയധികം ക്ഷീണത്തിലാണ്, വിഷമത്തിലാണ്, അവന് പട്ടിണിയിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചവനല്ല, അവൻ മുഅ്മിനല്ല. എത്രമാത്രം മനുഷ്യ സാഹോദര്യം ഉത്ബോധിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാക്കില്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്ഥലത്തിരിക്കുമ്പോൾ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്ത് ബിഹി ജനാസ, നബി ഇരിക്കുമ്പോൾ ഒരു ജനാസ അതിലേക്കൂടെ പോയി. ഫഖാമ, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നു. ഫഖീല ലഹു, അപ്പോൾ നബിയോട് പറയപ്പെട്ടു, ഇന്നഹാ ജനാസത്ത് യഹൂദിൻ, അതൊരു യഹൂദിയുടെ ജനാസയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലസ്ത നഫ്സ, അതൊരു ശരീരമല്ലേ, ഒരു മൃതദേഹമല്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആദരിക്കുക, ബഹുമാനിക്കുക, കരുണ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. എന്നാൽ അതിനേക്കാളും വളരെ ഉന്നതമായിട്ട് ഓരോരുത്തരും പാലിക്കേണ്ടതാണ് മുസ്ലിം സാഹോദര്യം.
അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. എത്രമാത്രം പ്രസക്തമായ ശാസ്ത്രീയമായ ഒരു കൽപ്പനയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കൽ ബുൻയാനി, ഒരു ബിൽഡിംഗ് പോലെയാണ്, എടുപ്പ് പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, അതിന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞ് വശബ്ബക ബൈന അസാബി, നബിന്റെ വിരലിന്റെ ഇടയിൽ നബി കോർത്തു എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ ഓരോ കല്ലും ആ കല്ലാണ് മറ്റു കല്ലിനെ ആശ്രയിച്ച് എല്ലാ കല്ലും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴേ ആ എടുപ്പിന് ശക്തി ഉണ്ടാകൂ. അതുപോലെ മുസ്ലിങ്ങൾ, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവർ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണങ്ങൾ അവർ നടത്തണം. അത് നമ്മുടെ ഫലസ്തീനിലെ മുസ്ലിങ്ങളായാലും റോഹിംഗ്യയിലെ മുസ്ലിങ്ങളായാലും ചൈനയിലെ ഏറ്റവും പീഡനം അനുഭവിക്കുന്ന സിൻജിയാങ്ങിലെ മുസ്ലിങ്ങളായാലും അവർ ഏത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നമ്മുടെയും വേദനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാഹോദര്യം അത് വലിയ പ്രസക്തമാണ്. പക്ഷേ ഇന്ന് അത് പറ്റ കളഞ്ഞു കുളിച്ച ഒരു അവസ്ഥയാണ്. പരസ്പരം മുണ്ടാട്ടമില്ല, പല ജാതി, പല ഗ്രൂപ്പ്, പല രാഷ്ട്രീയങ്ങൾ അവർ പരസ്പരം അടിക്കുന്നു. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഞാൻ കണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിം സഹോദര്യത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദസ്തകാ മിൻഹു ഉളുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. മസലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം, ഫീ തവാദുഹിം അവരുടെ സ്നേഹത്തിലും വ തറാഹുമിഹിം അവരുടെ കരുണയിലും വ തആതുഫിഹിം അവരുടെ ദയയിലും കമസലിൽ ജസദിൽ വാഹിദ് ഒരു തടി പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉളുവൻ, ആ തടിയിൽ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ തദാഅ ലഹു അതിനോട് സഹകരിക്കും സായിറുൽ ജസദി മറ്റ് ശരീരഭാഗങ്ങൾ ബിസ്സഹരി വൽ ഹുമ്മ ഉറക്കൊയ്ക്കൽ കൊണ്ടും പനിക്കൽ കൊണ്ടും. നമ്മുടെ കയ്യിന്റെ വിരൽ ഒന്ന് മുള്ളു കുത്തി ശരിക്കും വീങ്ങിയാൽ വിരലല്ലേ, വിരലിന്റെ കാര്യം വിരൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കൂല. ആ വിരലിന് വേണ്ടി ശരീരം മുഴുവനും ഉറക്കൊഴിച്ചും അതുപോലെ പനിച്ചും അതിനോട് സഹകരിക്കുന്നു. ഇതുപോലെയായിരിക്കണം ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ. അവന്റെ കൂട്ടുകാരൻ, സഹോദരൻ അവന് വിഷമം അനുഭവിക്കുമ്പോൾ അവനെ വേണ്ട സഹായങ്ങൾ ചെയ്യുക, അവനെ ഉപദേശിക്കുക, അവനിക്ക് വേണ്ടതെല്ലാം ചെയ്യുക എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലി. നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നു, നമ്മൾ മുന്നിടുന്ന കഅബയിലേക്ക് മുന്നിടുന്നു, വാക്കല ദബീഹതന നമ്മൾ അറുത്തെത്തുന്നു. അങ്ങനത്തെ ആള് ഫദാലിക്കൽ മുസ്ലിമുല്ലദീ ലഹു ദിമ്മത്തുല്ലാ, അള്ളാഹുവിന്റെ സംരക്ഷണ ബാധ്യതയുള്ള മുസ്ലിമാണ് അവൻ. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും നമ്മൾ കരുണ പ്രവർത്തിക്കണം. അത് ജാതി മതം നോക്കിയിട്ടല്ല. ഇങ്ങനത്തെ ഒരു മഹത്തായ ഒരു കർമ്മമാണ് നമ്മൾക്കറിയാം ബിസ്മി നിർവഹിക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും വളരെയധികം കരുണ അവർ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഉന്നതമായിട്ട് ആ കർമ്മങ്ങളിൽ കൂടെ മുന്നോട്ട് നൽകാനുള്ള ഊർജം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പല ചെറിയ കാരണത്താൽ രാഷ്ട്രീയ ഭിന്നിപ്പ്, അതുപോലെ മതപരമായ പല സംഘടനകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കുറെ മുണ്ടാതെ നടക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യസ്ലിമുഹു വലാ യഖ്ദുൽഹു വലാ യുഹഖിറുഹു, ഒരു മുസ്ലിമിനെ കൈവെടിയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വ മാലുഹു വ ഇർദുഹു, ഒരു മുസ്ലിമിന്റെ രക്തം ഒലിപ്പിക്കാൻ പാടില്ല, അതുപോലെ അവന്റെ മുതൽ എടുക്കാൻ പാടില്ല. വ ഇർദുഹു, അവന്റെ അഭിമാനവും.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വളരെയധികം പ്രസക്തമാണ്. ഒരു മനുഷ്യനെ നമ്മൾ മനസാ വാച കർമ്മണ ഉപദ്രവിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ശരിയായ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂൻ, മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകൊണ്ടും നാവ് കൊണ്ടും മറ്റൊരു മുസ്ലിമിനെ ഒരു നിലക്കും ഇടങ്ങാറാക്കാത്തവനാണ് ശരിയായ മുസ്ലിം. അഥവാ ഇനി സ്വാഭാവികമാണ് പല പ്രശ്നങ്ങളുണ്ടാവും. സ്വന്തം വീട്ടിൽ ബാപ്പയും ഉമ്മയും, അതുപോലെ ബാപ്പയും മക്കളും, അതിപ്പോ സ്വന്തം കൂടപ്പിറപ്പില്. എന്നാൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടാവുമ്പോൾ അവിടെ നന്നാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. കാലാകാലവും ഓ അങ്ങോട്ടും മുണ്ടട്ടെ എന്നിട്ട് അങ്ങോട്ടും മുണ്ടാം. ഈ ഒരു സ്വഭാവമല്ല വേണ്ടത്. ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവൻ കിബറിൽ നിന്ന് മുക്തമാണ്. ഇവിടൊക്കെ കിബറ, അഹങ്കാരമാണ്. ഞാൻ എങ്ങനെ ഓനോട് മുണ്ട? ഞാൻ ഓന്റെ അളാപ്പല്ലേ, അല്ലെങ്കിൽ ഞാൻ ഓന്റെ മൂത്താപ്പല്ലേ, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും സമ്പന്നനല്ലേ, ഞാൻ അവന്റെ അടുത്ത് പോയി കാല് പിടിക്കോ? അതിനെന്നെ കിട്ടൂല. ഈ ഒരു സ്വഭാവമാണ് മൊത്തത്തില് ചെറിയൊരു അഹങ്കാരം എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഓ അങ്ങോട്ട് മുണ്ടിയാൽ എനിക്ക് തെറ്റൊന്നുമില്ല, ഓങ്ങട്ട് മുണ്ടട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആര് സലാം കൊണ്ട് ആദ്യം ആരംഭിക്കുന്നുവോ അവൻ കിബറിൽ നിന്ന് മുക്തനാണ്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓല കാര്യമായിട്ട് നോക്കട്ടെ, ഞാനിപ്പോ എന്തിനായാലും ഇടപെടുന്നത് എന്നൊരു ചിന്താഗതിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബി അഫ്ളല മിൻ ദർജത്തി സിയാമി വസ്സദഖതി വസ്സലാ, നിസ്കാരത്തിനേക്കാളും സ്വതക്കയേക്കാളും നോമ്പിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, പറഞ്ഞു തരൂ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇസ്ലാഹു ദാത്തുൽ ബൈൻ, രണ്ടാളുടെ ഇടയിൽ നന്നാക്കുക. വല്ലാത്തൊരു പുണ്യകർമ്മമാണത്. രണ്ടാള് തെറ്റിക്കിടക്കുകയാണ്, അത് അയൽവാസിയാവട്ടെ കുടുംബക്കാരനാവട്ടെ ആരാവട്ടെ, അവരുടെ ഇടയിൽ പറഞ്ഞ് നന്നാക്കുക എന്നുള്ളത് നിസ്കാരത്തിനേക്കാളും സദക്കയേക്കാളും നോമ്പിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇസ്തിഗ്ഫാർ ഒരാഴ്ച മറ്റൊരാഴ്ച വരെ, ഒരു ജുമാ മുതൽ വൽ ജുമാഅത്തു ഇലൽ ജുമുഅ വസ്സലാത്തു ഇലസ്സലാ, എല്ലാം പൊറുക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. എന്നിട്ടോ എല്ലാവർക്കും പുറത്തു കൊടുക്കും. പക്ഷേ പുറത്തു കൊടുക്കാത്ത രണ്ട് കൂട്ടരുണ്ട്. അല്ലാഹു റസൂൽ പറയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ് ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ, എല്ലാവർക്കും പൊറുക്കും, ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് ഒന്നും പങ്കു ചേർക്കാത്ത എന്ന് പറഞ്ഞാൽ അല്ലാഹ് മനസ്സിൽ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും എന്ത് പ്രശ്നത്തിലും അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥയിൽ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. പക്ഷെ ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, കാനത്ത് ബൈനഹു വ ബൈന അഖീ ശഅന, അവന്റെയും അവന്റെ സഹോദരന്റെ ഇടയിൽ പ്രശ്നമുണ്ട്, തെറ്റുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആരോടും തെറ്റില്ലാത്ത, ആരോടും ഒരു പ്രശ്നവുമില്ലാതെ ഒരു പച്ച മനുഷ്യനായി നടക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടുകാരോ സഹോദരന്മാരോ അല്ലെങ്കിൽ അയൽവാസികളോ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ ഞാനേറ്റവും വലിയ ലോകിയൊന്നുമില്ല, ഞാനേറ്റൊന്നും മുണ്ടലില്ല, അങ്ങനത്തെ കുറേ കേസുകളുണ്ടാവും. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും എല്ലാവർക്കും പൊറുക്കപ്പെടാൻ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. പക്ഷേ ഇവർക്ക് പൊറുക്കപ്പെടൂല. എന്താ പറയാ? ഫയുഖാലു, പറയപ്പെടും, ഉന്നുറു ഹാദൈനി ഹത്താ യസ്തരിഹ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവർ ലോകത്തിലാകുന്നത് വരെ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പൊറുക്കപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മുസ്ലിങ്ങൾ പരസ്പരം എപ്പോഴും ഏത് സമയത്തും ഐക്യത്തിൽ നിൽക്കണം. അതുകൊണ്ടുള്ള ഗുണമെന്താ? നമ്മൾക്ക് ആഴ്ചയിൽ ഈ ഇസ്തിഗ്ഫാറിന്റെ ആ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് ഒരാളുമായിട്ട് നമുക്ക് ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു തെറ്റോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മഹാനായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു സാഹോദര്യം
എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ തന്നേക്കാളും മറ്റുള്ളവരെ പരിഗണിച്ചിരിക്കുന്നു. അതാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഫജാ ഇലൈഹി റജുലുൻ ഗരീബുൻ യസ്കു മിൻ ശിദ്ദത്തിൽ ജൂ. റസൂലിന് ഇരിക്കുമ്പോൾ ഒരു വിദേശിയായ മനുഷ്യൻ വന്നു. അദ്ദേഹം വിശപ്പ് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി ജായിൻ ഉരീദു തആമ, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം. ഫഅർസല റസൂലുള്ളാഹി ഇലാ സൗജാതി വതലബ മിൻഹും തആമ. നമ്മൾ കേട്ട ചരിത്രമായിരിക്കാം. റസൂലുള്ളാഹ് സ്വന്തം ഭാര്യമാരിലേക്ക് പറഞ്ഞയച്ചു. മറ്റുള്ള ആളുകളെ വിളിച്ചൊക്കെയല്ല, സ്വന്തം വീട്ടു വല്ലതും ഉണ്ടോന്നാ നോക്കിയത്. നോക്കിയപ്പോൾ വലാകിന്നഹു ലം യജിദ് തആമൻ ഇൻദഹു അയ്യു വായത്തും മിൻഹുന്ന വലം യജിദ്ന ഇല്ലാ മാഅ. എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തേക്കും റസൂലുള്ളാഹിന്റെ എല്ലാ വീട്ടിലേക്കും പറഞ്ഞയച്ചു. എല്ലാവരുടെ പറഞ്ഞത് വെള്ളം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥയും അവരുടെ അവസ്ഥയും. ഒരു അതിഥി പള്ളിയിൽ വന്ന് നബിയെ വിശക്കുന്ന്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് വീട്ടിലേക്കാണ്, ഒന്നും ഇല്ല. ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തുകളെ നോക്കി, സഹാബികളുണ്ട് മുന്നിൽ, എന്നിട്ട് പറഞ്ഞു, മൻ യസ്തളീഫു ഹാദ റജുൽ ഹാദൽ ലൈല, ഇന്ന് ഈ അതിഥിയെ ഊട്ടുന്നവൻ സൽക്കരിക്കുന്നവൻ ആരാണ്? അപ്പോൾ ഫഖാല റജുൽ മിനൽ അൻസാരി അന ഉളീഫു, നബിയെ ഞാൻ അവനെ സൽക്കരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വബ്തസമൻ നബിയു ഫഫരിഹ, നബി ചിരിച്ചു, സന്തോഷവാനായി. അങ്ങനെ ആ മനുഷ്യൻ ആ അൻസാരിയെയും കൂട്ടി ആ വീട്ടിലേക്ക് പോയി. ഫദഖല റജുൽ അലാ സൗജത്തിഹി ഫസഅല റജുൽ സൗജത്തിഹി അൽ ഇൻദക തആം. വീട്ടിൽ പോയിട്ട് ചോദിച്ചു പെണ്ണുങ്ങളോട്, എൻ്റെ അടുക്കൽ വല്ല ഭക്ഷണവും ഉണ്ടോ? സൗജത്ത് ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇൻദനാ തആമുൻ യക്ഫി അത്ഫാലുന, നമ്മളെ മക്കൾക്ക് മതിയാകുന്ന. അവിടെയും അൽഹംദുലില്ലാ പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനം. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും. നമ്മളെ മക്കൾക്ക് മതിയാവുന്ന ഭക്ഷണമുണ്ട്, അതിന് അള്ളാഹുവിന് താങ്ക്സ് പറയാ. കാരണം അതില്ലെങ്കിലോ, മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇല്ലെങ്കിലോ, പക്ഷെ മക്കൾക്കുള്ള ഭക്ഷണമുണ്ടല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥാനം? ഒക്കെ വളരെ മോശമായി, ഇങ്ങനെ തട്ടിമുട്ടി നല്ല ഉഷാറായിട്ട് നടക്കുന്നൊരു ബിസിനസ്. എന്തൊക്കെ ബിസിനസ്? ഒക്കെ ക്ഷീണല്ലേ, കൊറോണല്ലേ, ഒന്നും നല്ലൾക്ക് പോകുന്നില്ല, ഇങ്ങനെ പോകുന്നു. ഒരു അൽഹംദുലില്ലാ പറയാൻ മലയാളിക്ക് മടിയാ. മലയാളി മാത്രമേ അങ്ങനെയുള്ളൂ. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നത്തിലും ചോദിച്ചാൽ കൈഫൽ ഹാൽ, അൽഹംദുലില്ലാ, തമാം, മസ്ബൂത്ത്, ഇങ്ങനെ പറയും. എന്താ കാരണം? അത് ഓൻ നടക്കാനുള്ള കഴിവുണ്ടല്ലോ, ഓൻ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് പറയാനുള്ള കഴിവ് കൊടുത്ത അള്ളാഹു ആണ്. അപ്പൊ അൽഹംദുലില്ലാ ഏത് സമയത്ത് നമ്മൾ പറയേണ്ടതാ. ഈ പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാ ഇൻദനാ തആമുൻ യക്ഫി അത്ഫാലുന, നമ്മളെ മക്കൾക്ക് മതിയാവുന്ന ഭക്ഷണമുണ്ട്. അപ്പോ ഇയാൾ പറഞ്ഞു, മഴി ലൈഫുൻ ഫജസ്ലുഹു തആം, എൻ്റെ അടുക്കൽ ഒരു അതിഥിയുണ്ട്, ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആ ഭക്ഷണം ഒരുക്കൂ. അപ്പോൾ ഭാര്യ ചോദിച്ചു, നമ്മളെ മക്കൾ പിന്നെ എന്ത് കഴിക്കും? നമുക്ക് മക്കൾക്കുള്ള ഭക്ഷണമുള്ളത്, നമ്മൾക്കതായാലും ഭക്ഷണമല്ല, മക്കൾക്ക് എല്ലാ മാതാപിതാക്കളും മക്കളെ കഴിച്ചിട്ടേ ബാക്കിയൊക്കെ നോക്കുള്ളൂ. നമ്മളെ മക്കളെ ഭക്ഷണം മക്കൾ എന്ത് കഴിക്കും? ഫഖാല ലഹ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അശ്ഗലീഹിം ബി അയ്യി ഷൈഇൻ ഹത്താ യനാമൂൻ, അവർ ഉറങ്ങുന്നത് വരെ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉറക്ക്. എന്നിട്ട് പറഞ്ഞു, അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ നീ അൻ തത്ഫീൽ മിസ്ബാ, നീ വിളക്ക് ഊതണട്ടോ. അറിയാത്ത രൂപത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും വിളക്ക് ഊതണം. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തിനാ വിളക്ക് ഊതുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? ആ ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, അത് ഞാൻ കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമാവും, നാണമാവും, അതുകൊണ്ട് ഞാൻ കഴിച്ചെന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. അദ്ദേഹം കാണൂലല്ലോ ഞാൻ കഴിക്കണത്, പക്ഷെ അദ്ദേഹത്തിനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളക്കൂതി അവർ ഭക്ഷണം കഴിച്ച് അദ്ദേഹം അവിടുന്ന് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി. പിറ്റേ ദിവസം അള്ളാഹുവിന്റെ റസൂൽ അവരെ വിളിച്ചു. പള്ളിയിൽ ചെന്നപ്പോ സുബഹിക്ക് റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലഹിക മൻ ഫഅലഹു,
അള്ളാഹു ചിരിച്ചുപോയി. നിങ്ങൾ നിങ്ങളെ അതിഥിയോട് കാണിച്ച ആ കർമ്മം കണ്ട് അള്ളാഹു ചിരിച്ചുപോയി. ശേഷം ആയത്തിറങ്ങി. ആ ആയത്തിലാണ് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ മത് പറയാണ്. ആ മുഅ്മിനീങ്ങളുടെ, ആ സഹാബികളുടെ ആ പുണ്യകർമ്മത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ് വയൂസിറൂന അലാ അൻഫുസിഹിം. അവർ അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യവും വിഷമവും ഉണ്ടെങ്കിലും, സ്വന്തം ദാരിദ്ര്യവും വിഷമവും ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. അവരാണ് യഥാർത്ഥ മുഅ്മിൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾക്ക് മാതൃകയാണ്. പക്ഷെ നമ്മളാണ് ഒരു വീട്ടിലേക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ഒരാളെ പിടിച്ച് കൊണ്ടുവന്നാൽ ആ ഭാര്യയുടെ സ്വഭാവവും ആ ഭാര്യയുടെ ഡയലോഗും ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. മക്കൾക്കില്ലാതെ നിങ്ങൾക്കിത് ഭ്രാന്താണോ, നിങ്ങൾ എന്ത് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇല്ലാത്ത എന്തൊക്കെ പറയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു അൽഹംദുലില്ലാ നമുക്കെല്ലാം ചെയ്യാം. ഇങ്ങനെയായിരിക്കണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അബൂലുലത്തി എന്ന മജൂസിയായ മനുഷ്യന്റെ കുത്തേറ്റ് സുബഹി നിസ്കാരത്തിൽ വീണ് കുറച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് മരണപ്പെട്ടത്. ഈ സമയത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ച്, മോനെ നീ നമ്മുടെ ഉമ്മ ആയിഷ ബീവിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിക്കണം. ഞാനെന്തായാലും ഇനി ഉണ്ടാവില്ല, ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരന്റെ അടുത്ത്, അതായത് എൻ്റെ സഹോദരന്മാർ അബൂബക്കർ സിദ്ദീഖും അള്ളാഹുവിന്റെ റസൂലും, ആ റസൂലിന്റെ അടുക്കൽ എനിക്ക് കിടക്കാൻ 6 അടി മണ്ണ് നീ ഒന്ന് ചോദിച്ചു നോക്കണം. ആരോട്? ആയിഷ ബീവിയോട് ചോദിക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ബാപ്പ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, ആ സ്ഥലം എനിക്ക് വേണ്ടി, ഒന്നെൻ്റെ ഭർത്താവാണ് അവിടെ ഉള്ളത്, ഒന്നെൻ്റെ ബാപ്പയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഉദ്ദേശിച്ച സ്ഥലമാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്നേക്കാളും ബഹുമാനപ്പെട്ട ഉമറിനെ ഉദ്ദേശിക്കുന്നു, ഉമറിന് വേണ്ടി നീക്കി വെക്കുന്നു. സ്വന്തം 6 അടി മണ്ണ് പോലും മറ്റുള്ളവർക്ക് നീക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറായ ചരിത്രം, അതാണ് മുൻഗാമികൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഒരു മാതൃക നാമും സ്വീകരിക്കണം. സ്വന്തം ഇല്ലെങ്കിലും മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിച്ചിരുന്നു. നാമും അങ്ങനെയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളും കേൾക്കുന്ന വിഷയങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ കൂടപ്പിറപ്പുകളാണ് എന്ന ആ ഖുർആനിൻ്റെ ആ പ്രഖ്യാപനം, അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കിയവരായിരുന്നു മഹാനായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ അൻസാരികളുടെയും മുഹാജിരിങ്ങളുടെയും ഇടയിൽ സ്ഥാപിച്ച ആ സാഹോദര്യ ബന്ധം ഇന്നും ലോകത്ത് അറിയപ്പെടുന്നതാണ്. ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന ആ മുഹാജിറുകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഓരോരുത്തരെയും വിളിച്ചു, ഓരോ അൻസാരികളെയും വിളിച്ചു, ഇത് നിങ്ങളെ സഹോദരനാണ്, നിങ്ങളെ സ്വന്തം
കൂടപ്പിറപ്പുകളെപ്പോലെ നിങ്ങൾ കാണണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, ആദ്യമായിട്ട് അബശയിലേക്ക് ഹിജറ പോയ, സ്വർഗം റിസർവ് ചെയ്യപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അദ്ദേഹം പറയാണ്, ആഖൻ നബിയു ബൈനി വ ബൈന സഅദ് ബിൻ റബീഅ, എന്റെയും സഅദ് ബിൻ റബീന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സഹോദര്യ ബന്ധം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരനാണ് ആര്? സഅദ് ബിൻ റബീ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന അക്സറു മാലും ഫിൽ മദീന, ഞാൻ മദീനയിൽ ഏറ്റവും വലിയ മുതലാളിയാണ്, അതുകൊണ്ട് എന്റെ മുതലിൽ നിന്ന് പകുതി നിനക്കാണ്. അവിടെ പറയണത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട്. മാത്രമല്ല വതഹ്തി ഇംറഅതാനി, എന്റെ കീഴിൽ 2 ഭാര്യമാരുണ്ട്. ഫള്ളുരി ബിമാ അയ്ജബ്, അനക്ക് നോക്കിയിട്ട് ഏതാണോ അനക്ക് ഏറ്റവും ഇഷ്ടം, ആ പെണ്ണുങ്ങളിൽ അനക്ക് ആരാണോ ഏറ്റവും ഇഷ്ടം, അങ്ങനെ ആ പെണ്ണിനെ ഞാൻ എനിക്ക് കെട്ടിച്ചു തരാം. ഹത്താ ഉത്തല്യഖഹ, നീ നോക്ക് ആരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കണം, അതിന്റെ ഗൗരവം പറഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തെ പോലും പകുത്ത് നൽകാൻ അവർ തയ്യാറായി. മുതല് മാത്രമല്ല, ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ആരാ? നമ്മളൊക്കെ ഭാര്യമാരെ ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഭാര്യയും മക്കളെയും ഒക്കെ വിട്ടുകൊടുക്കുവോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാക്ക് കേട്ട് സ്വന്തം ഭാര്യയെ അനക്ക് ഏതാണോ ഇഷ്ടം, ആ പറഞ്ഞ വാക്ക് ഭയങ്കര പ്രസക്തമാണ്. അയ്യുമ അയ്ജബക്ക്, അനക്ക് നിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യം കൊണ്ടോ മറ്റു സ്വഭാവം കൊണ്ടോ അനക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ആ പെണ്ണിനെ ഞാൻ ത്വലാഖ് ചെല്ലാം, നിനക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക്, നിന്റെ മുതലിലും കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുതലാണ് പൗതി കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, നീ എനിക്ക് ദല്ലൂനി അലാ സൂക്ക്, എനിക്കൊരു അങ്ങാടി കാണിച്ചുകൊണ്ടാ, ഒരു മാർക്കറ്റ് കാണിച്ചുകൊണ്ടാ. അദ്ദേഹം ഭയങ്കര കച്ചവടക്കാരനായിരുന്നു, നല്ല ബിസിനസ് ട്രിക്ക് ഐഡിയ ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഒരു മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. അവിടെ പോയിട്ട് അല്പം കട്ടിത്തേനും ഒലീവ് എണ്ണയും വാങ്ങി അദ്ദേഹം ബിസിനസ് തുടങ്ങി. അദ്ദേഹം തൊട്ട എല്ലാ ബിസിനസ്സും എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രൂപത്തിലായിരുന്നു ബിസിനസ് ആയിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെയ്ത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റസൂൽ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചില പ്രത്യേകമായ ഒരു അത്തർ പൂശിയ ഒരു അടയാളം കണ്ടപ്പോൾ, മാ ഹാദാ അബ്ദുറഹ്മാൻ, എന്താ അബ്ദുറഹ്മാനെ ഇത്? അദ്ദേഹം പറഞ്ഞു, ഇന്നി തസവ്വജ്തു ഇംറാത്തൻ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അലാ വസ്നി നവാത്തി മിൻ ദഹബ്, ഒരു കാരക്കച്ചൊളയുടെ കുരുന്റെ അത്ര സ്വർണം കൊടുത്തിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം, അള്ളാഹുവിന്റെ റസൂൽ ഈ നിക്കാഹ് വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ധാരണയിൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ഏറ്റവും ലളിതമായ ചടങ്ങാ നിക്കാഹ്. ദൂർത്ത് അതിന്റെ എല്ലാം ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അൽഹംദുലില്ലാ ആ വിഷയം കുറെ കുറഞ്ഞുപോയി. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞില്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കല്യാണം കഴിച്ചത് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിന്റെ തലവന, എല്ലാമാണ്, അവിടുത്തെ എല്ലാമാണ്. നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരോ പറഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്തൊരു കേസായിരിക്കും. ഓൻ കല്യാണം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് കല്യാണം പറഞ്ഞിട്ടില്ല. റസൂൽ ചോദിക്കുക, എന്താ അത്രയൊക്കെ പൂശി നടക്കണത്? ഞാൻ കല്യാണം കഴിച്ചു. അത് തന്നെ മഹർ കൊടുത്തതോ ചെറിയ ഒരു കാരക്കുരുവിന്റെ അത്ര സ്വർണം. ഇന്ന് നമ്മളെ നാട്ടിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഒരു മഹർ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. 20 വയസ്സ് മുതൽ 25, 30, 5-8 കൊല്ലം വണ്ടി ഓടിച്ചോ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് ഒരു മനുഷ്യൻ മഹർ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. 5 കൊല്ലം ഉണ്ടാക്കാണ് മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മാതൃക കാണിച്ചു, ഞാൻ ഒരു കാരക്കുരുവിന്റെ അത്ര സ്വർണം കൊടുത്ത് ഞാൻ ഒരു കല്യാണം കഴിച്ചു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഔലിം വലോ ബിഷാത്ത്,
ഒരാട് അറുത്തിട്ടെങ്കിലും നീ വലീമത്ത് കൊടുക്കണം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവരും ആ സഹാബിയുമായിട്ടുള്ള ആ സാഹോദര്യ ബന്ധം സ്വന്തം കുടുംബത്തെയും അതുപോലെ സ്വന്തം മുതലിനെയും എൻ്റെ സഹോദരനാണ്, പൗതി അനുക്കാണ് എന്ന് പറഞ്ഞ് വീതിക്കാൻ മുന്നോട്ട് വന്ന ആ സഹാബത്തിന്റെ ആ സാഹോദര്യ ആ മനോഭാവം നാമും പുലർത്തണം. നമ്മുടെ സഹോദരങ്ങൾ അവർ കഷ്ടപ്പെടുമ്പോൾ മൻ ഫറജ ഖുർബത മിൻ ഖുർബി ദുനിയ ഖറബല്ലാഹു ലഹു ഖുർബത മിൻ ഖുർബി യൗമിൽ ഖിയാമ. ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾ തന്റെ സഹോദരന് വേണ്ടി നിറവേറ്റി കൊടുത്താൽ ഖിയാമത്ത് നാളിന്റെ ബുദ്ധിമുട്ട് അള്ളാഹു നിറവേറ്റി കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ആ യഥാർത്ഥ സാഹോദര്യം പാലിക്കണം. അങ്ങനെ സാഹോദര്യം ബന്ധം ശരിക്കും കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്ന വാക്കുകൾ കേൾക്കാനും ആ കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഒരു മഹത്തായ തൗഫീഖ് നാം എല്ലാവർക്കും നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടു കൂടെ ബാധ്യതകളെല്ലാം വീട്ടി അള്ളാഹുവിൻ്റെ സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ കൊറോണ, ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ നൽകപ്പെടുമ്പോൾ വിശുദ്ധരായി വലത് കൈയിൽ ഏടുകൾ നൽകപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഭാര്യമാർ അള്ളാഹുക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികവും ശാരീരികവുമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലും ഉണ്ട്. അള്ളാഹു ആ രോഗത്തിന് ഉടനടി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നമ്മെയും കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.